നോണയൊക്കെ നമ്മൾ ഇനി ചറപറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ പോകുന്നില്ല. ഹായ്, ആരിഫ് ഹുസൈൻ ഡീബങ്ക്ഡ് ചാനലിലേക്ക് സ്വാഗതം. ആലപ്പുഴയിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ വന്ന കോടതി വിധിയെ മറയാക്കി ഇസ്ലാമിനെയും മുസ്ലിംകളെയും ആക്രമിക്കാനും താൻ വിശ്വസിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തെ പരസ്യമായി വെള്ളപൂശാനുമാണ് ഈ വീഡിയോയിൽ ഇയാൾ ശ്രമിക്കുന്നത്. രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ നടന്ന കൊലപാതകങ്ങളെ ഇസ്ലാമിക ജിഹാദായി ചിത്രീകരിക്കുകയും ഇസ്ലാമിലെ സ്വർഗീയ സങ്കല്പങ്ങളെ അത്യന്തം നികൃഷ്ടമായ ഭാഷയിൽ പരിഹസിക്കുകയും ചെയ്യുന്നു. സ്വതന്ത്ര ചിന്തകൻ എന്ന മുഖംമൂടി വെച്ച് സംഘപരിവാർ അജണ്ടകൾക്ക് കുടപിടിക്കുന്ന ഇയാളുടെ വാദങ്ങളിലെ കാപട്യവും യുക്തിയില്ലായ്മയും ചരിത്രപരമായ നുണകളും നമുക്കൊന്ന് അക്കമിട്ട് പരിശോധിക്കാം. സംഘപരിവാർ രാഷ്ട്രീയത്തെ വെള്ളപൂശുന്ന കാപട്യം. ഇയാൾ എത്രത്തോളം അപകടകാരിയായ ഒരു ഇസ്ലാം വിമർശകനാണ് എന്ന് മനസ്സിലാക്കാൻ ഇയാൾ ഈ വീഡിയോയിൽ പറയുന്ന ഒരു പച്ചക്കള്ളം മാത്രം പരിശോധിച്ചാൽ മതി. ഭരണകൂടം എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നത് എന്ന് മറച്ചുവെക്കാൻ ഇയാൾ പറയുന്ന വാചകങ്ങൾ ശ്രദ്ധിക്കുക. അതിനുള്ള അവസരങ്ങൾ ഉപയോഗിക്കുന്നതായിട്ടോ നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 കാരണങ്ങളാണ് പറയാറുള്ളത്. അവർക്ക് ചെയ്യാമായിരുന്ന 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, ഇപ്പം തന്നെ സൈന്യത്തെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാം അവിടെ ഒരു അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിച്ച് നേരെ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് കത്തിച്ചു കളയുന്നു. നേരെ അവിടെ മനുസ്മൃതിയോ ഏതാണോ കിതാബ് നിങ്ങൾ പറയുന്നത്, ഗീതയോ ഏതായാലും അത് അവിടെ കൊണ്ടുപോയി സ്ഥാപിക്കുന്നു. ഇനി ഇതാണ് അത് എന്ന് പറഞ്ഞങ്ങ് വെക്കുക. ഇതാണ് ഒന്നാമത്തെ ഒരു വഴി. നമ്മളുടെ ഓട് പൊളിച്ച് താലിബാനൊക്കെ എങ്ങനെയാണ് ഇറങ്ങിയത് അതേപോലെ ഇറങ്ങുക എന്നുള്ളതാണ് ഒന്നാമത്തെ വഴി. അതേതായാലും ചെയ്തിട്ടില്ല. ഇനി കാരണം ഇയാൾക്ക് ഇസ്ലാമിനെ ആക്രമിക്കാൻ ഒരു വാടി വേണം. അതിനായി സ്വന്തം രാജ്യത്തെ ഭരണകൂടം നടപ്പിലാക്കുന്ന വിവേചനങ്ങളെ പൂർണ്ണമായും ന്യായീകരിക്കുകയാണ് ഇയാൾ ചെയ്യുന്നത്. ഭരണഘടന കത്തിച്ചില്ലല്ലോ എന്ന് ചോദിക്കുന്ന ഇയാൾക്ക് ഭരണഘടനാ സ്ഥാപനങ്ങളെ നോക്കുകുത്തിയാക്കി പാസാക്കിയെടുക്കുന്ന നിയമങ്ങളെക്കുറിച്ച് മിണ്ടാട്ടമില്ല. ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ മാത്രം പൊങ്ങിവരുന്ന ഇയാളുടെ ഈ നീതിബോധം യഥാർത്ഥത്തിൽ സ്വന്തം വർഗീയത മറച്ചുവയ്ക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. ഇന്ത്യയിലെ വലതുപക്ഷ രാഷ്ട്രീയം എക്കാലത്തും ലക്ഷ്യം വച്ചിട്ടുള്ളത് ഒരു മതരാഷ്ട്ര നിർമ്മിതിയാണ് എന്ന് അവരുടെ സ്ഥാപക നേതാക്കൾ തന്നെ പുസ്തകങ്ങളിൽ എഴുതിവച്ചിട്ടുള്ള ചരിത്രം ഇയാൾ സൗകര്യപൂർവ്വം മറച്ചുവെക്കുന്നു. രാഷ്ട്രീയ കൊലപാതകങ്ങളും ജിഹാദിന്റെ ദുർവ്യാഖ്യാനവും. ഇനി ഇയാൾ ഈ വീഡിയോയിൽ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആരോപണത്തിലേക്ക് വരാം. ആലപ്പുഴയിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകത്തെ ഇയാൾ ഇസ്ലാമിക മതനിയമങ്ങളുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് നോക്കുക. ചെയ്ത ആ ഒരു രീതി, ഈ കൊല ചെയ്യാൻ അവർ മുന്നോട്ട് വന്ന രീതി എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു പൊളിറ്റിക്കൽ ക്രൈമിന്റെ ഒരു രീതിയായിട്ടല്ല അവിടെ കാണാൻ കഴിയുന്നത്. അതൊരു ഇസ്ലാമിന്റെ പോപ്പുലർ ഫ്രണ്ടും SDPIയും ആയതുകൊണ്ട് അത് റിലീജിയസ് ക്രൈം ആയിട്ട് തന്നെ അതിനെ കാണാൻ കഴിയും. അതായത് അത് കൃത്യമായിട്ട് പറഞ്ഞാൽ അത് റിലീജിയസ് ക്രൈം തന്നെയാണ് എന്ന് നമുക്ക് പറയാം. ഒന്നും കൂടി വിശദമായിട്ട് പറഞ്ഞാൽ അതിനെ ജിഹാദ് എന്ന് തന്നെ നമുക്ക് വിളിക്കാം. എന്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ജിഹാദ്? ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം പരിശ്രമിക്കുക എന്നാണ്. സ്വന്തം ദേഹേച്ഛകൾക്കെതിരെയുള്ള പോരാട്ടം മുതൽ ഒരു ഇസ്ലാമിക ഭരണകൂടം തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ നടത്തുന്ന പ്രതിരോധം വരെ അതിലുൾപ്പെടുന്നു. മുഖ്യധാര ഇസ്ലാമിക പണ്ഡിതന്മാരുടെ വിശദീകരണ പ്രകാരം സൈനികപരമായ ജിഹാദ് പ്രഖ്യാപിക്കാനുള്ള അധികാരം ഒരു ഇസ്ലാമിക രാജ്യത്തെ ഭരണാധികാരിക്ക് മാത്രമുള്ളതാണ്. അല്ലാതെ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾക്കോ സംഘടനകൾക്കോ സ്വന്തം ഇഷ്ടപ്രകാരം ആയുധമെടുക്കാനോ ആളുകളെ കൊല്ലാനോ ഇസ്ലാം യാതൊരു അനുവാദവും നൽകുന്നില്ല. നിയമം കയ്യിലെടുക്കുന്ന ഇത്തരം പ്രവൃത്തികൾ ഇസ്ലാമിക നിയമപ്രകാരം കൊടും പാപമായ കൊലപാതകം അഥവാ ഖത്ൽ മാത്രമാണ്. വിശുദ്ധ ഖുർആൻ അൽ-മായിദ 5-ാം അധ്യായം 32-ാമത്തെ വചനത്തിൽ അല്ലാഹു വളരെ വ്യക്തമായി പറയുന്നു, അതുകാരണം ഇസ്രായേൽ സന്തതികൾക്ക് നാം ഇപ്രകാരം വിധി നൽകുകയുണ്ടായി, കൊലപാതകത്തിനോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിനോ അല്ലാതെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അവൻ മുഴുവൻ മനുഷ്യരെയും കൊലപ്പെടുത്തിയവനെ പോലെയാണ്. ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അവൻ മുഴുവൻ മനുഷ്യരുടെയും ജീവൻ രക്ഷിച്ചവനെ പോലെയാണ്. ഈ ഖുർആൻ വചനം നിലനിൽക്കെയാണ് സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കും പ്രതികാരങ്ങൾക്കും വേണ്ടി ചിലർ നടത്തുന്ന അക്രമങ്ങളെ മുഴുവൻ ഇസ്ലാമിന്റെ അക്കൗണ്ടിലേക്ക് എഴുതി ചേർക്കാൻ ഇയാൾ ശ്രമിക്കുന്നത്. ഒരു ഹിന്ദുത്വ സംഘടന കൊലപാതകം നടത്തുമ്പോൾ അതിനെ കേവലം രാഷ്ട്രീയമായി കാണുകയും ഒരു മുസ്ലിം നാമധാരിയോ സംഘടനയോ കൊലപാതകം നടത്തുമ്പോൾ അത് ഇസ്ലാമിന്റെ കുറ്റമായി മാറ്റുകയും ചെയ്യുന്ന ഇയാളുടെ ഇരട്ടത്താപ്പ് ഇവിടുത്തെ സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും.
സ്വർഗീയ സുഖങ്ങളും അശ്ലീലമായ പരിഹാസവും. രാഷ്ട്രീയ കൊലപാതകങ്ങളെ ഇസ്ലാമുമായി ബന്ധിപ്പിച്ചതിനു ശേഷം പ്രതികൾ ഈ കൃത്യം ചെയ്തത് സ്വർഗത്തിലെ സുഖസൗകര്യങ്ങൾ മോഹിച്ചാണെന്ന് വരുത്തി തീർക്കാൻ ഇയാൾ അത്യന്തം നികൃഷ്ടമായ ഭാഷ ഉപയോഗിക്കുന്നു. ഫലം അവർ സ്വപ്നം കാണുന്നുണ്ട്. എന്താണത്? ഇതിൽ പിടിക്കപ്പെട്ടാൽ, ഇതിൽ കൊല്ലപ്പെട്ടാൽ, അങ്ങനെ എന്തു തന്നെ സംഭവിച്ചാലും ഇതിന്റെ ആത്യന്തികമായ അതിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് സമം ഹൂറി എന്ന് തന്നെയാണ്. അവിടെ ഹൂറികളെ കിട്ടും, മരിച്ചു നിന്ന് കഴിയുമ്പോൾ കിട്ടും, കള്ളും പെണ്ണും. ഇത് തന്നെയാണ് അതിന്റെ ഉത്തരം. അതത്ര പെട്ടെന്ന് അവർക്ക് കൊടുക്കണ്ട എന്ന് തന്നെയാണ് ഞാൻ അവിടെ ലഭിക്കുന്ന പാനീയങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ അസ്വാഫാത്ത് 37 അധ്യായം 47 വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നു, അതിൽ യാതൊരു ദോഷവുമില്ല, അതുകൊണ്ടവർക്ക് ലഹരി ബാധിക്കുകയുമില്ല. അതായത് ഈ ഭൂമിയിൽ മനുഷ്യന്റെ സമനില തെറ്റിക്കുന്ന, ബുദ്ധിയെ നശിപ്പിക്കുന്ന മദ്യമല്ല സ്വർഗത്തിലുള്ളത്. അതുപോലെ തന്നെ സ്വർഗത്തിലെ ഇണകൾ പരിശുദ്ധരായവരാണെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. അതിനെ ലൗകികമായ ലൈംഗിക അരാജകത്വമായി ചിത്രീകരിക്കുന്നത് ഇയാളുടെ മനസ്സിലെ വൈകൃതം മാത്രമാണ്. ഇനി നമുക്ക് ഇയാളുടെ വാദങ്ങളെ ഇയാളുടെ തന്നെ ലോകവീക്ഷണം വെച്ചൊന്ന് അളന്നു നോക്കാം. ഒരു നിരീശ്വരവാദിയായ ഇയാളുടെ കാഴ്ചപ്പാടിൽ എന്താണ് മരണാനന്തര ജീവിതം? ഒന്നുമില്ല. ഇയാളുടെ വാദപ്രകാരം ലോകത്ത് ലക്ഷക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കിയ ഹിറ്റ്ലറും ഗാസയിൽ പിഞ്ചുകുഞ്ഞുങ്ങളെ ബോംബിട്ടു കൊല്ലുന്ന ഇസ്രായേൽ സൈനികനും ആ ആക്രമണങ്ങളിൽ പിടഞ്ഞു മരിച്ച നിരപരാധികളായ കുഞ്ഞുങ്ങളും അവസാനം ചെന്നെത്തുന്നത് ഒരേ മണ്ണിലേക്കാണ്. തെറ്റു ചെയ്തവന് യാതൊരു ശിക്ഷയുമില്ല, നീതി നിഷേധിക്കപ്പെട്ടവന് യാതൊരു പ്രതിഫലവുമില്ല. ആർക്കും എന്തു ക്രൂരതയും ചെയ്യാം, പിടിക്കപ്പെടാതിരുന്നാൽ മാത്രം മതി. ഇതാണോ ഇയാൾ പറയുന്ന യുക്തി? എന്നാൽ ഇസ്ലാം വ്യക്തമായ നീതിയുടെ സന്ദേശമാണ് നൽകുന്നത്. ഈ ഭൂമിയിൽ നീതി നടപ്പിലാക്കപ്പെട്ടില്ലെങ്കിലും പരലോകത്ത് സർവജ്ഞനായ സ്രഷ്ടാവിന്റെ മുന്നിൽ ഓരോ മനുഷ്യനും വിചാരണ ചെയ്യപ്പെടും. അക്രമികൾക്ക് നരകശിക്ഷയും നിരപരാധികൾക്ക് സ്വർഗീയ പ്രതിഫലവും ലഭിക്കും. ഇത്രയും യുക്തിഭദ്രമായ ഒരു നീതിന്യായ വ്യവസ്ഥയെയാണ് യാതൊരു ധാർമ്മിക അടിത്തറയുമില്ലാത്ത ഒരു നിരീശ്വരവാദി പരിഹസിക്കുന്നത് എന്നത് തികഞ്ഞ വിരോധാഭാസമാണ്. ഗൂഢാലോചന സിദ്ധാന്തങ്ങളും ഇസ്ലാമിക രാഷ്ട്രഭീതിയും. ഇന്ത്യയിലെ മുസ്ലിംകൾ മുഴുവൻ രാജ്യത്തെ തകർക്കാൻ പദ്ധതിയിടുന്നുവെന്ന് വരുത്തി തീർക്കാൻ ഇയാൾ അടിസ്ഥാനരഹിതമായ ഒരു ഗൂഢാലോചന സിദ്ധാന്തം അവതരിപ്പിക്കുന്നത് കാണുക. വായിക്കുക. ഈ ഡോക്യുമെന്റ് കാണുന്നത് ഇവിടെ കാണാം. ഇതാണ് ആ സാധനം. ഇന്ത്യ 2047 ടുവേർഡ്സ് റൂൾ ഓഫ് ഇസ്ലാം ഇൻ ഇന്ത്യ, ഇന്റേണൽ ഡോക്യുമെന്റ് നോട്ട് ഫോർ സർക്കുലേഷൻ. ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതില് 7 പേജുണ്ട്. ഇത് ഇരുന്ന് വായിക്കേണ്ട സാധനമാണ്. പക്ഷെ ഞാനിപ്പോ അങ്ങനെ വായിച്ചിട്ട് പോകുന്നില്ല. എന്തായാലും ഇതിലെ കുറച്ച് കാര്യങ്ങൾ ആ ഹെഡിങ്സിലൂടെ മാത്രം ഒന്ന് ഞാൻ ഓടിച്ചു പറയാം. ഇതിൽ 1-ാമത്തെ പേജിൽ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹിന്ദുത്വ നേതാക്കൾ പരസ്യമായി ധർമ്മസംസദുകൾ വിളിച്ച് മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്യണം എന്ന് ആഹ്വാനം ചെയ്തപ്പോൾ അതിൽ യാതൊരു അപകടവും കാണാത്ത ആളാണ് ഈ സ്പീക്കർ. ആ പ്രസംഗങ്ങളൊന്നും ഇയാളുടെ ഉറക്കം കെടുത്തിയില്ല. എന്നാൽ ഒരു നിരോധിത സംഘടനയുടെ പേരിൽ പ്രചരിക്കുന്ന ഒരു രേഖയെടുത്ത് അതാണ് യഥാർത്ഥ ഇസ്ലാമിക അജണ്ട എന്ന് വരുത്തി തീർക്കുന്നത് തികഞ്ഞ ഇസ്ലാം വിരോധം കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ്? മുഖ്യധാര ഇസ്ലാമിക പണ്ഡിതന്മാരോ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളോ ഒരിക്കലും ഇത്തരമൊരു രേഖയെ അംഗീകരിക്കുകയോ പിന്താങ്ങുകയോ ചെയ്തിട്ടില്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് തങ്ങൾ ജീവിക്കുന്ന രാജ്യത്തെ നിയമങ്ങൾ പാലിച്ച് സമാധാനപരമായി ജീവിക്കാനാണ്, അല്ലാതെ ഭരണഘടനാ വിരുദ്ധമായ രഹസ്യ അജണ്ടകൾ നടപ്പിലാക്കാനല്ല. ശരീഅത്ത് നിയമങ്ങളെക്കുറിച്ചുള്ള അബദ്ധധാരണകൾ. ഇംഗ്ലണ്ടിലെ ഒരു ചെറിയ സംഘടനയുടെ പ്രകടനം കാണിച്ച് ശരീഅത്തിനെ ഭീകരവൽക്കരിക്കുന്ന ഇയാളുടെ മറ്റൊരു വാദം ശ്രദ്ധിക്കുക. അങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളിൽ നിന്ന് വിളിക്കുന്ന എന്താണ്? ഷരിയ ഫോർ UK. ഇവരെവിടുന്നാ വന്നിരിക്കുന്നത്? ഈ ശരിയ ഉണ്ടായിരുന്ന നാട്ടിൽ നിന്ന് അവിടെ ജീവിക്കാൻ പറ്റാതെ ഉള്ളതും കെട്ടിപ്പറക്കി പള്ളയിൽ പാട്ട വരെ കെട്ടി നീന്തിയാണ് ഈ രാജ്യത്ത് വന്ന് വിശപ്പ് മാറിയപ്പോൾ ഇവിടെ ശരിയ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഈ നിലവിളിക്കുന്നത്. ഇത് ഇത്രമാത്രം എന്താണ് ഈ ശരിയലുള്ളതെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ പറയും. ഇവിടെയും ഇയാൾ ചരിത്രത്തെയും വസ്തുതകളെയും ബോധപൂർവം വളച്ചൊടിക്കുകയാണ്. ജനങ്ങൾ ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും യൂറോപ്പിലേക്ക് പലായനം ചെയ്തത് അവിടെ ശരീഅത്ത് നിയമം ഉണ്ടായിരുന്നതുകൊണ്ടല്ല, മറിച്ച് പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികൾ ആ രാജ്യങ്ങളിൽ ബോംബിട്ട് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവൻ തകർത്ത് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയതുകൊണ്ടാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ അധിനിവേശവും യുദ്ധക്കുതിയുമാണ് ആ ജനതയെ അഭയാർത്ഥികളാക്കിയത്.
ആ ചരിത്ര സത്യം മറച്ചുവെച്ചുകൊണ്ട് അതെല്ലാം ശരീഅത്തിന്റെ കുഴപ്പമാണെന്ന് പറയുന്നത് സ്വന്തം അജ്ഞത വിളിച്ചോതൽ മാത്രമാണ്. ശരീഅത്ത് എന്ന വാക്കിന്റെ അർത്ഥം ജീവജലം ലഭിക്കുന്ന ഉറവിടത്തിലേക്കുള്ള വഴി എന്നാണ്. ഒരു മുസ്ലിമിന്റെ നിത്യജീവിതത്തിലെ പ്രാർത്ഥന, ഉപവാസം, ദാനം, സദാചാരം, നീതി നിർവഹണം തുടങ്ങി എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ശരീഅത്ത്. അത് മനുഷ്യർക്ക് സമാധാനവും നീതിയും ഉറപ്പാക്കുന്ന ദൈവീക നിയമമാണ്. അതിനെ വികലമായി അവതരിപ്പിക്കുന്ന ചില തീവ്രവാദ ഗ്രൂപ്പുകളുടെ പ്രവൃത്തിയെ ചൂണ്ടിക്കാണിച്ച് ശരീഅത്ത് മുഴുവൻ ഭീകരമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇസ്ലാമിനെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരമില്ലായ്മയാണ്. ചുരുക്കത്തിൽ, രാഷ്ട്രീയ കൊലപാതകങ്ങളെ മതവുമായി ബന്ധിപ്പിച്ചും അസഭ്യമായ ഭാഷയിൽ സ്വർഗത്തെ പരിഹസിച്ചും സംഘപരിവാറിനെ വെള്ളപൂശിയും ഇയാൾ നടത്തുന്ന ഈ പ്രഭാഷണം കേവലം ഇസ്ലാം വിരോധം പടർത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയുള്ളതാണ്. യുക്തിവാദത്തിന്റെയോ സ്വതന്ത്ര ചിന്തയുടെയോ പേരിലല്ല ഇയാൾ സംസാരിക്കുന്നത്, മറിച്ച് ഇസ്ലാമിനോടുള്ള അന്ധമായ വെറുപ്പിന്റെ പേരിലാണ്. ഇത്തരം വ്യാജ പ്രചാരണങ്ങളെയും വിദ്വേഷ പ്രസംഗങ്ങളെയും കൃത്യമായ തെളിവുകളുടെയും ഇസ്ലാമിക പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ആരിഫ് ഹുസൈൻ ഡീബങ്ക്ഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നോണയൊക്കെ നമ്മൾ ഇനി ചറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ പോകുന്നില്ല.